നോക്കുക, ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോട്ട് ജെട്ടി. ഈ മരങ്ങളൊക്കെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഒരിക്കൽ വെട്ടി റെഡിയാക്കിയതാണ്. ഇത് നോക്ക്, ഇതാണോ, ഇങ്ങനെയാണോ നമ്മുടെ കാശ് കൊള്ളയടിക്കേണ്ടത്? ആ കിടക്കുന്ന ഒരു ചെറിയ ബോട്ട് കണ്ടോ? ചങ്ങനാശ്ശേരി SP കോളേജിലെ പിള്ളേർ വന്ന് ഡെയിലി ഇവിടെ പോള വാരിക്കൊണ്ടിരുന്നതാണ്. ലാസ്റ്റ് അതുങ്ങൾക്കൊരു ചായ പോലും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊന്നുമല്ല അവർ നിർത്തിയത്, അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞു കാണും. അങ്ങനെ ഇവിടുത്തെ പോളവാരി നിന്നു. പൂത്തുലഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ കൊന്നയാണിത്. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിക്കാരുടെ വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും വിളവൊക്കെ എടുത്ത് വളരെ സന്തോഷകരമായ രീതിയിൽ ഉള്ള ഒരു മാസമാണ് മീനമാസം. ഞങ്ങളുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത്. കണ്ടോ, ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ ഈ പോള കയറി കിടക്കുന്നതാണ് ഞങ്ങളുടെ വിളവ്. 2 ബോട്ടുണ്ട്, അതും താമസിക്കാതെ തന്നെ നിൽക്കും. അതിനുള്ള പദ്ധതികളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ MLAയുടെയൊക്കെ പ്രത്യേക ഓർഡർ എടുത്താണ് ഞങ്ങൾ ഈ പോളകൾ ഇവിടെ വളർത്തുന്നത്. ഞങ്ങൾക്ക് ഏത് കാര്യത്തിനും ഓടി വരാൻ വാർഡ് മെമ്പർമാരുണ്ട്. അവരും ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്പാണ് ഈ പോള ഇവിടെ വളർത്തിയെടുക്കാൻ. ഈ MLA സ്ഥാനമേറ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെ അടുക്കലും പറഞ്ഞതാണ്, ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3 സാറുമാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പറഞ്ഞു, ഉടനെ തന്നെ ഇതിനൊരു നടപടി ഉണ്ടാക്കണം. ഇനിയും ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ പോള കാണാൻ പാടില്ല. ഒരാളെ സ്ഥിരമായ രീതിയിൽ ഇവിടെ ഇത് വാരാനായി നിർത്തണം. അദ്ദേഹത്തിനൊരു ശമ്പളം വെക്കണം. കണ്ടില്ലേ, ശമ്പളം വെച്ച് പോള വാരി അതിമനോഹരമായ രീതിയിൽ ഈ ബോട്ട് ജെട്ടി, ഇതുപോലെ മനോഹരമായ രീതിയിലൊരു ബോട്ട് ജെട്ടി കേരളത്തിലില്ല, അറിയാമോ? ഇത് നോക്ക്, ഒരു സ്വിമ്മിംഗ് പൂൾ രീതിയിലാണ് ഈ ബോട്ട് ജെട്ടി ഇവിടെ പണിതിട്ടിരിക്കുന്നത്. ഇത് പോളയില്ലാതെ ഈ ബോട്ട് ജെട്ടി കിടന്നാൽ ഇത് കാണാൻ എത്രയോ മനോഹരമാണെന്നറിയാമോ? എവിടെ നിന്നൊക്കെ പക്ഷികൾ വന്ന് ഇതിൻ്റെ അകത്ത് പൊങ്ങി നിൽക്കുന്ന മീനുകളെ കൊത്താനായി വരുമോയെന്നറിയാമോ? ഇതിനെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു നല്ല ശതമാനവും ഇവിടുത്തെ ഭരണകർത്താക്കളാണ്. ഈ ചങ്ങനാശ്ശേരിയിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളാണ് ഇതിന് സമാധാനം ഇവിടുത്തെ ജനങ്ങളോട് പറയേണ്ടത്. ഞാനിതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ പേടിത്തുണ്ടന്മാർ എന്ന് തന്നെ പറയാം. അവന്മാർക്ക് പേടിയാണ് 2 കാര്യം സംസാരിക്കാൻ. ഇങ്ങനെയുള്ളവന്മാരാണ് ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ഓരോ പ്രാവശ്യവും ജയിപ്പിക്കുന്നത്. എടാ, നിനക്കൊക്കെ വേണ്ടെങ്കിലും ഈ ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ ഒരു ടൂറിസം ആക്കിയെടുക്കുവാൻ, ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവരാൻ ഞങ്ങളെപ്പോലെയുള്ള ഈ ബോട്ട് ജെട്ടിയെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. ഈ ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്നവരുണ്ട്. അവരെ വരും കാലങ്ങളിൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കും. അതിന് ധൈര്യവുമായിട്ടും തൻ്റെടവുമായിട്ടും ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് വരും നാളുകളിൽ നിങ്ങളെയും കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് ഞങ്ങളെയും കൊണ്ട് പറ്റും. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ.